നിൽക്കുന്നത് കോട്ടക്കുന്ന് പാർക്കിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ കോട്ടക്കുന്ന് പാർക്കിലേക്കൊന്നും നമ്മൾ പോയില്ല. ഇവിടെ ഒരു മരം കണ്ടു ഞാൻ. ഇത് ഏതാ മരം എന്നൊന്ന് കാണിച്ചെടുക്കും. ഗൈസ് മനസ്സിലായോ ഇത് ഏത് മരമാണെന്ന്? ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഞാവൽ മരത്തിൻ്റെ അടുത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഞാവലുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഞാവൽ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ഞാവൽ കിടക്കുന്നുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചുതരാം. ഇതാട്ടോ ഞാവൽ. ഇവിടെ ഒരുപാട് ഞാവലുണ്ട്. ഇത് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഗൈസ്. ഇത് ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഇത് കഴുകിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മുകളിലുള്ള ഞാവൽപ്പഴം ഞാൻ കാണിച്ചു തരാം. പണ്ടൊക്കെ ഒരുപാട് ഈ ഒരു ഞാവൽപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മരങ്ങളുണ്ടായിരുന്നു. ഈ ഞാവൽ മരത്തിനൊക്കെ ഇപ്പോൾ വംശനാശം സംഭവിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ എല്ലായിടത്തൊന്നും ഈ ഒരു മരം കാണാറില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഞാവൽപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ കായകളുണ്ട് കേട്ടോ. ഒന്നും പഴുത്തിട്ടില്ല, ചിലത് മാത്രമേ പഴുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പഴുത്തത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് എടുക്കാനൊരു വഴിയില്ല. എൻ്റെ കൂടെ ചേട്ടനുണ്ട്. ചേട്ടനെ എടുക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് അത്യാവശ്യം ദൂരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ കാണുന്നത് പച്ചയാണ്. ഒരുപാടുണ്ട്, തുരുതുരാ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ പഴുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഇവിടെ വരാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്രാവശ്യത്തെ ഞാവൽ പഴുത്തത് കഴിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഞാവലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു ഫ്രൂട്ട് എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. ഒരു വയലറ്റ് കളറിലാണ് ഇത് വരുന്നത്. മിക്കവാറും നല്ല ഒരു എന്താ പറയുക, ഒരു മധുരവും അതുപോലെ ചെറിയൊരു പുളിയും ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടും വായൊക്കെ നല്ല വയലറ്റ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഞാവൽപ്പഴം പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊമ്പോടക്കൻ ഇതാ അങ്ങനെ വീണു. അപ്പോൾ ഇതാണ് ഞാവൽപ്പഴത്തിൻ്റെ ചെറിയത്. എന്താ ചെയ്യുക, പഴുത്തൊന്നും താഴെയില്ല. പിന്നെ അയ്യോ ഇത് പച്ചയാണ് കണ്ടോ. ഇത് പച്ചയാണ്. അത് കഴിച്ചോട്ടെ. നല്ല ചമർപ്പുണ്ട്. കഴിച്ചോക്ക്. ഈ ഒരു മരം നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കോട്ടക്കുന്ന് പാർക്ക് മലപ്പുറത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടക്കുന്ന് പാർക്കിൽ സ്ഥിരം പോകാറുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പാർക്കിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ വന്നാൽ ഈവനിങ്ങിൽ ആൾക്കാരൊക്കെ നടക്കാൻ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ വന്നതാണ് നമ്മളും. അപ്പോഴാണ് ഈ ഒരു മരം കണ്ടത്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ.